ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധനയും കൂടി ഇന്ന് നടക്കുന്നതായിരിക്കും. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ശ്രീകോവിലിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിളുകളായിരിക്കും SIT ഇന്ന് ശേഖരിക്കുക. അപ്പോൾ ഈ വിവരങ്ങളും കണ്ണൻ നായരാണ് നമ്മളെടുത്ത് തരുന്നത്. കണ്ണൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ഓരോ ഭക്തർക്കും പുറമെയുള്ള ആർക്കായാലും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. സന്നിധാനത്തും ഇന്ന് നിർണായകമായിട്ടുള്ള നടപടികളുണ്ട്. അത് ഏത് സമയത്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് നടയടയ്ക്കുന്നത്. നടയടച്ച ശേഷം 3 മണി വരെയാണ് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടി അനുമതി തന്ത്രി നൽകിയിരിക്കുന്നത്. 1 മണി മുതൽ 3 മണി വരെയുള്ള 2 മണിക്കൂർ, അതായത് നടയടച്ചിരിക്കുന്ന 2 മണിക്കൂർ. അതിൽ ഇന്നലെ തന്നെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. അവർ ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ ഇവിടെ പരിസരം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രധാനമായും ചെയ്യുന്നത് ഈ ദ്വാരപാലക ശില്പം തുലാമാസ പൂജകളുടെ സമയത്ത് ഇവിടെ സ്ഥാപിച്ച ശില്പിയുണ്ട്, അനു അനന്തൻ. അദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ചു വരുന്നുണ്ട്. 12 മണിയോടുകൂടി ഇവിടേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദ്വാരപാലക ശിലകളുടെ മുകളിൽ പാകിയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ച് അതിന്റെ തൂക്കം, അതുപോലെ തന്നെ ആ സ്വർണത്തിന്റെ ഒരു പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്യൂരിറ്റി പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്നലെ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കും, തൂക്കവും അതിന്റെ ഗുണവും പരിശോധിക്കും. അതിനുശേഷം കട്ടിളപ്പാളികൾ ഇളക്കി അത് പരിശോധിക്കും. പിന്നീട് അതിന്റെ ശ്രീകോവിലിന്റെ സൈഡിലായി അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത ചില സ്വർണ്ണപ്പാളികളുണ്ട്. ആ പാളികളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കും. അതായത് ഇപ്പോൾ പൂശിയിരിക്കുന്ന സ്വർണവും പഴയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ആ 3 കാര്യങ്ങളാണ് ഇന്ന് നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് SIT സംഘമുള്ളത്. പക്ഷേ കഴിഞ്ഞ തുലാമാസ പൂജകൾ സമയത്ത് നമ്മൾ ആ ദ്വാരപാലക ശില്പം അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് 4:40 ദ്വാരപാലക ശില്പം സ്ഥാപിക്കാൻ തുടങ്ങി. അതിൻ്റെ 6:15 ആ ശില്പം പൂർണ്ണമായി സ്ഥാപിക്കാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് ആ ശില്പം അഴിച്ചെടുത്ത് തൂക്കി അതിൻ്റെ സ്വർണത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അതിനുശേഷം തിരിച്ച് ഈ 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ കട്ടിളപ്പാളികളും അതുപോലെ തന്നെ കതകിന്റെ സ്വർണ്ണപ്പാളികളും ഒക്കെ തന്നെ അഴിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതിനായാലും കൃത്യമായി ഇവിടുത്തെ സ്വർണ്ണക്കള്ളന്മാരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും മുരാരി ബാബു ആണെങ്കിലും അങ്ങനെ ആരായാലും കള്ളക്കടത്ത് നടത്തിയ അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയത് ആരായാലും അവരെ പൂർണ്ണമായും അഴിക്കുള്ളിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ. നടപടികൾ ഇന്ന് സന്നിധാനത്തേക്കും നടക്കുന്നതായിരിക്കും.